അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഒരുപാട് പരാജയപ്പെട്ട ഒരു വാക്കാണ് വിശ്വാസം. പലരും ജീവിതത്തിൽ വിശ്വാസത്തിന് ഇരകളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് വിശ്വാസത്തിൽ പരാജയപ്പെട്ട് ഒരുപാട് തോൽവി നേരിട്ടവർ, നമ്മൾ വിശ്വസിക്കുന്നവർ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വിശ്വാസം എന്ന ഒരു വാക്കിനെ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ ഒരാളെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം? എൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസം എന്നാൽ അതൊരിക്കലും നമ്മളൊരാളെ ചേർത്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രതിഭാസമല്ല വിശ്വാസം. വിശ്വാസം എന്നാൽ അത് സ്വാതന്ത്ര്യത്തോടെ കൂടെ അത് നമ്മളിൽ വന്ന് ചേരുന്ന ഒന്നാണ് വിശ്വാസം. ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസത്തിനകത്ത് നമ്മൾ മരിക്കുവോളം നമ്മൾ ജീവിക്കുകയാണ്, അല്ലേ? വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ ചതിക്കില്ലെന്ന് വിശ്വാസം, എൻ്റെ പ്രണയിനി എന്നെ ചതിക്കില്ലെന്ന് വിശ്വാസം. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കവചമാണത്. അതിനകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ തന്നെ കഴിവാണ്, നമ്മളുടെ തന്നെ ശക്തിയാണ്. നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് അതാണ് വിശ്വാസം. അതിനൊരിക്കലും തകർക്കാൻ നമുക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല. അപ്പോൾ വിശ്വാസം എന്നാൽ അതൊരു പ്രതിഭാസം, ഒരു കുമിള പോലെയാണ്. കുമിളയാവാം, കുമിള പൊട്ടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന്. അതിന് വളരെ ശക്തിയായ ഒരു കവചം ആക്കേണ്ടത് നമ്മളുടെ കഴിവാണ്. കാരണം നമ്മൾക്ക് അതിനകത്ത് നമ്മൾ മരിക്കുവോളം ജീവിക്കേണ്ട ഒന്നാണത് വിശ്വാസം. നിങ്ങളുടെ ജീവിതം വിശ്വാസത്തിൽ പരിപൂർണമാക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം.